നമസ്കാരം. ഡ്രൈ ഫ്രൂട്ട് ലഡ്ഡു അതിനായിട്ട് അവിലെടുത്തു, ഒന്ന് വറുത്തിട്ട് അത് ക്രിസ്പായിട്ട് പൊടിച്ചെടുത്തു. വറുത്ത് നല്ല ക്രിസ്പായിട്ട് തരതരപ്പിൽ പൊടിച്ചെടുത്തു. അതിൽ കുറച്ച് ഏലക്ക ഇട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ബദാമും കശുവണ്ടിയും ഏലക്കയും ബദാമും കശുവണ്ടി വാൾനട്ട്സ് ഇതെല്ലാം തരിതരിപ്പിൽ കുറച്ച് തരിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി പൊടിച്ചു. ഇനി ഇത് ഉരുട്ടിയെടുത്താൽ നമ്മുടെ പോഷക ലഡ്ഡു തയ്യാറായി. മധുരത്തിന് ഞാനിപ്പോൾ ശർക്കര പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. തേനൊഴിച്ച് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം കൂടി ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈന്തപ്പഴം ഇട്ടിട്ടില്ല, തേനിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് അവിലും ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇടയ്ക്ക് കുറച്ച് കട്ടകളുണ്ട്, കട്ടയായിട്ടുള്ള ബദാം നമുക്കൊന്ന് മാറ്റാം. വലിയ കട്ടയായിട്ടുള്ളതൊന്ന് മാറ്റണം. വേണമെങ്കിൽ അത് പൊടിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ ഒന്നുകൂടി അരച്ച് ചേർക്കാം. ഞാനത് മാറ്റി. ചെറിയ തരികൾ കുഴപ്പമില്ല, ഇങ്ങനെയാക്കി എടുത്തു. ഇനി ഞാൻ കുറച്ച് തേൻ ചേർത്ത് പിടിച്ചെടുക്കുകയാണ്. നെയ്യ് ഞാൻ ചേർത്തില്ല. തേനും നെയ്യും കൂടി ആകുമ്പോൾ ചിലർ പറയും അത് രണ്ടും കൂടി പറ്റില്ല എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ തേൻ മാത്രമേ ചേർക്കണം. തേനായതുകൊണ്ട് അത് നമ്മൾ കയ്യിൽ എന്താ പറയുക, എണ്ണയും വല്ലതും തടവിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ഉരുട്ടിയിട്ട് വരും. ഇപ്പം ഞാനിങ്ങനെ തൽക്കാലം ഇങ്ങനെ എടുത്തിരിക്കണം കേട്ടോ. 1 2 3